പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, തന്നിഷ്ടക്കാർക്ക് എന്ത് സംഭവിക്കും? ഹൃദയ കാഠിന്യമുള്ളവരുടെ അവസ്ഥ എന്തായിത്തീരും? ഇതിനായി നാം ഇന്ന് വിചിന്തനത്തിന് എടുക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 81 അധ്യായം അതിലെ 11, 12 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല, ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വളരെ ഭയക്കേണ്ട, വളരെ ഭയത്തോടെ നോക്കിക്കാണേണ്ട ദൈവത്തിൻ്റെ ഒരു നിലപാടാണിത്. ദൈവത്തിൻ്റെ ഒരു മനസ്സാണിത്. തന്നിഷ്ടപ്രകാരം നടക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ കരങ്ങളിൽ പരിപാലിച്ചത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവരെ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവം സ്വാതന്ത്ര്യം കൊടുത്ത് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നു. എന്നാൽ ഈ ജനത്തിൻ്റെ മനോഭാവം എന്താണ്? പലപ്പോഴും ബൈബിളിലുടനീളം നാം വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരം നിരന്തരം തിരസ്കരിക്കുന്ന ഒരു ജനം, അവരുടെ ഹൃദയ കാഠിന്യം, ദൈവത്തെ കൂട്ടാക്കാത്ത ഒരു സ്വഭാവം, തന്നിഷ്ടപ്രകാരം നടക്കാനുള്ള ഒരു പ്രേരണ, ഇതായിരുന്നു ഇസ്രായേൽ ജനം. ദൈവം അവർക്ക് എന്താണ് വിധിച്ചത്? തന്നിഷ്ടപ്രകാരം നടക്കാൻ അവരെ അനുവദിച്ചു. അവരെ ദൈവം അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. അവരുടെ തന്നെ ഇഷ്ടങ്ങൾ പിൻചെല്ലാൻ ദൈവം അവരെ അനുവദിച്ചു. ഇത് ദൈവം നമ്മളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ തീരുമാനങ്ങൾ ശരിയായതുകൊണ്ടോ തിരഞ്ഞെടുപ്പുകൾ ദൈവം അംഗീകരിക്കുന്നത് കൊണ്ടോ അല്ല. നമ്മുടെ ജീവിതത്തിലും ദൈവസ്വരം ശ്രവിക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അത് ഭയാനകമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഹൃദയ കാഠിന്യം ഉണ്ടായിത്തീരുന്നത്? പലപ്പോഴും ഹൃദയം കഠിനമാകാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്ന ഒരു പാപമാണ് അനുസരണക്കേട്. ദൈവഹിതം എന്താണെന്ന് നമുക്ക് വ്യക്തമായി ബൈബിളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ബൈബിൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. കൽപ്പനകളെല്ലാം നമുക്കറിയാം. ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാതെ വചനത്തിനെതിരായി നാം പ്രവർത്തിക്കുന്ന ഓരോ സന്ദർഭവും, അനുസരണക്കേട് കാണിക്കുന്ന ഓരോ നിമിഷവും നാം ഹൃദയ കാഠിന്യത്തിന് വളം വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവസ്വരം ശ്രവിക്കുന്നതിൽ നിന്നും വളരെയധികം ദൂരെയായി മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ദൈവസ്വരം ശ്രവിക്കാതെ, ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തെ അനുസരിക്കാതെ ഹൃദയ കാഠിന്യം വളരും തോറും നാം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്തവരായിത്തീരും. ആത്മീയമായി ബധിരരും അന്ധരുമായിത്തീരും. ഇങ്ങനെ ആത്മീയ ബധിരതയും ആത്മീയ അന്ധതയുമുള്ള ജനം നമ്മൾ ഓരോരുത്തരും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും. നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, നമ്മുടേതായ ചിന്തകൾ, ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് തന്നെ ദോഷം ചെയ്യും. അങ്ങനെ അനാവശ്യമായ സഹനങ്ങളിൽ നാം ചെന്ന് ചാടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മേഖലയിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം. എന്തിനാണ് അനുസരണക്കേട് കാണിച്ച് ഹൃദയ കാഠിന്യത്തിലൂടെ അനാവശ്യമായ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിച്ചു വരുത്തുന്നത്? അതിലും എത്രയോ എളുപ്പമാണ് ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. ദൈവഹിതമനുസരിച്ച് ഒരാത്മീയ അച്ചടക്കത്തിൽ നാം ജീവിക്കുന്നത്. ബൈബിളിലൂടെ ദൈവം തൻ്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവഹിതം നമുക്ക് തിരിച്ചറിയാം. ആകയാൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ, ഈ മുന്നറിയിപ്പിലൂടെ, ദൈവത്തിൻ്റെ ഈ നിലപാടിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ചിട്ടയായി വചനമനുസരിച്ച് ക്രമപ്പെടുത്താൻ, വചനമനുസരിച്ച് ജീവിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യാം. എവിടെയെല്ലാമാണ് ഞാൻ വചനം ലംഘിക്കുന്നത്, വചനത്തിനെതിരായി പ്രവർത്തിക്കുന്നത്? എപ്പോഴെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് നമുക്ക് അനുദപിക്കാം, ദൈവത്തോട് മാപ്പ് ചോദിക്കാം. എന്നിട്ട് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തെ ദൈവഹിതമനുസരിച്ച്, വചനമനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി, വചനത്തിൻ്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനമനുസരിച്ച് നാം ജീവിക്കുന്നവരാകുമ്പോൾ, അനുസരണയുള്ളവരാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ദൈവ അനുഗ്രഹത്തിന് നമ്മളെ വിധേയപ്പെടുത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം കാണിക്കുന്ന ചെറിയ ചെറിയ അനുസരണക്കേടുകൾ, നാം വചനം ലംഘിക്കുന്ന അവസ്ഥകൾ, നമ്മളെ ആരെങ്കിലും തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാതെ
അതിനെ തിരസ്കരിക്കുന്ന, ശിക്ഷണത്തെ വെറുക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം നമുക്ക് വെറുത്തുപേക്ഷിക്കാം. ശിക്ഷണത്തെ നമുക്ക് നല്ല മനസ്സോടെ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ മറ്റുള്ളവർ തിരുത്തുമ്പോൾ അതിനെ ഹൃദയവിശാലതയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ വചനമനുസരിച്ച് ദൈവസ്വരം കേട്ട് ദൈവസ്വരത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ജീവിക്കുന്നവരാകാം. അനുഗ്രഹത്തിൻ്റെ ഉടമകളായി മാറാം. ദൈവം നമ്മളെ ഒരിക്കലും തന്നിഷ്ടപ്രകാരം നടക്കാൻ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വിധി നമ്മുടെ മേൽ വരാതിരിക്കട്ടെ. അങ്ങനെ ഒരു ഭയാനകമായ അവസ്ഥ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വചനശക്തിയാൽ നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. ആമേൻ.